കുടിവെള്ള വിതരണം നിലച്ചിട്ട് 3 മാസം. ദുരിതത്തിലായ നാട്ടുകാർ ഒടുവിൽ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. കേരള വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. ഏകദേശം 300 കുടുംബങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു 3 മാസത്തോളമായിട്ട് അവിടെ അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നം ഈ മതിലകം സെക്ഷനിൽ വന്നിട്ട് പലതവണ മെമ്പർ ആയി വന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടും അതിന് ശാശ്വതമായ പരിഹാരം കിട്ടിയിട്ടില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്ന് സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതിഷേധമോ മറ്റൊന്നുമല്ല. ഇതിന് യഥാർത്ഥ വിവരം ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും കൂടി ഇവിടെ വന്ന് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടും. എന്തായാലും ഇന്ന് ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകും. കാരണം നാളെ മുതൽ ഇതിന് പമ്പിങ് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റും. അപ്പോൾ ഒരാഴ്ചക്കാലം അങ്ങനെ പമ്പിങ് ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും നീണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം. ഇതിനൊരു ശക്തമായ ഒരു നടപടി ഉണ്ടാവണം. ഓരോ തവണയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. മതിലകം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ പുതിയകാവ് പൗര റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്താണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത്. മാസത്തോളമായി വെള്ളം ഇല്ലാണ്ടായിട്ട്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ വരും. അപ്പോൾ അവർ വർക്കറെ വിടും, അത് ശരിയാക്കി തരാമെന്ന് പറയും. ശരിയാക്കുമ്പോൾ വെള്ളം വരാറില്ല. പിന്നെയും വരുമ്പോൾ എസ്എംപുരത്തേക്ക് വിട്ടേക്കാണ്. എസ്എംപുരത്ത് നിന്ന് മാറുമ്പോൾ പറയും മതിലകത്ത് വിടുമ്പോൾ ശരിയാക്കി തരാമെന്ന്. അങ്ങനെ പറഞ്ഞ് ഇത്രയും നാളെ വരെ ആയി. ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. വെറും പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കണം എല്ലാവരും. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും എല്ലാവർക്കും ഇല്ല. കറക്റ്റ് എല്ലാ മാസവും അവർ ബില്ല് അടക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. അവർക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് കൂടിയിട്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം കണ്ടതിന് ശേഷം ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തി. കാരണം അത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കഴിഞ്ഞ 3 മാസമായി ഈ ദുരിതം തുടരുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നട്ടം തിരിയുന്നത്. ഇവരെല്ലാവരും ഗാർഹിക ഉപഭോക്താക്കളാണ്. പലവട്ടം അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഓഫീസിലെത്തിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതേസമയത്ത് ഒരു പൈപ്പ് കൂടി കണക്ഷൻ അതിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പരിഹാരമാകും. അതിന് വേണ്ടിയിട്ട് MLA കണ്ട് പരാതി കൊടുത്ത് 21/2/2022 പരാതി കൊടുത്തിരുന്നു. MLA അത് പ്രകാരം ഇവിടേക്ക് തന്ന് ഇവർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് എസ്റ്റിമേറ്റിന് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിലും ആ എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ ഇരിഞ്ഞാലക്കുട ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞ് ആ എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് സമയം കഴിഞ്ഞ് പൈപ്പിന് വില കൂടി മണിക്കൂലി കൂടിയെന്ന് പറഞ്ഞു. വാർഡ് മെമ്പർ സംസാബി സലീം, പൗരഭാരവാഹികളായ ഡോക്ടർ മുഹമ്മദ് അൻസാർ, TK ഷാഫി, RM ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. Today I'm talking with intense happiness for the beautiful learning experience of my daughter Kisia in the pre-KG section of Holy Grace Academy. അവന് ഓരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യാൻ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോടെ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. Improving the imaginative power of children. Along with that, children are learning how to connect one idea with another one so that they can communicate in a meaningful manner. The influence of Manipuri teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of our country, and to appreciate, to help each other and respect each other.